മാഷും കുടുംബവും ആശുപത്രിയിലായതുകൊണ്ട് അവർക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ധനുഷടക്കം ഇവരുടെയൊക്കെ അഭിപ്രായം വിവാഹം നീട്ടിവെക്കണമെന്നാ. ജ്യോത്സ്യം പറയുന്നത് ഇപ്പം നടക്കണമെന്നും മാഷും പറയുന്നത് വിവാഹം നടക്കട്ടെ എന്നാ. എന്താ നിന്റെ അഭിപ്രായം? ഇവരെയൊക്കെ പോലെ തന്നെ ഞാനും ഇതിനെക്കുറിച്ച് ആലോചിച്ചതാ. ജോൽസിന്റെ വാക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനു പുറമെ കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അതൊന്നും വിവാഹം നീട്ടിവെക്കുന്നതിന് തടസ്സമല്ലെങ്കിലും നിസ്സാരമായി എടുക്കാൻ പറ്റാത്തതാണ്. വിവാഹം നടത്താനും അത് കഴിഞ്ഞുള്ള സൽക്കാരത്തിനും മറ്റും അമ്പലവും ഹാളും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വാഹനങ്ങൾ, ഇവന്റ് ടീംസ്, ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ക്ഷണിക്കുകയും ചെയ്തു. വിവാഹത്തിന് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളെങ്കിലും അന്ന് രാത്രിയിലെ ആഘോഷങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. വിവാഹം മാറ്റിവെക്കുന്ന കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോലും സമയം കിട്ടത്തില്ല. ഈ പറയുന്ന എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ വിവാഹം പറഞ്ഞ സമയത്ത് നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച ആഡംബരം കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ വിവാഹ ചടങ്ങ് നടത്തണം. അതെ അച്ഛാ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കരുതിയല്ലല്ലോ നമ്മളിതൊന്നും തീരുമാനിച്ചത്. ഇനി 4 ദിവസമേ ഉള്ളൂ വിവാഹത്തിന്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോലും സമയമില്ല. പിന്നെ മാഷു അനുവാദം തന്ന സ്ഥിതിക്ക് അങ്ങനൊരു ആലോചനയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ഇതെല്ലാം മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളല്ലേ. ധനുഷും സ്നേഹയും ഇനി ആ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ടെൻഷനാവണ്ട. നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ വിവാഹം നടത്താം. ഇനി 4 ദിവസം എന്ന് പറയുമ്പോൾ സമയം അടുത്തു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോവാം. അച്ഛാ, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഡ്രസ്സുകളും ആഭരണങ്ങളും വാങ്ങണം. അതിനെയും നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. ഇന്ന് തന്നെ പോയാലോ എന്നാലോചിക്കുക. ഇന്ന് തന്നെ എല്ലാവരുമായിട്ട് പൊയ്ക്കോളൂ. അപ്പൊ അവരവർക്ക് ആവശ്യമുള്ളത് അവർക്ക് തന്നെ എടുക്കാമല്ലോ. ഞാൻ വരുന്നില്ല. എന്റെ ഭാര്യയുടെ സഹോദരനും അനിയന്റെ ഭാര്യയും ഹോസ്പിറ്റലിലാണ്. ഞാനും അർച്ചനയും അങ്ങോട്ട് പോകും. പിന്നെ ഓഫീസിൽ എനിക്ക് ചില അത്യാവശ്യ ജോലികളുണ്ട്. എല്ലാവരും വിവാഹത്തിരക്കിലായ പിന്നെ അതൊക്കെ പെൻഡിങ് ആവും. അതുകൊണ്ട് എന്നെ ആരും ഒന്നിനും പ്രതീക്ഷിക്കണ്ട.